Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെ വായിച്ചൊക്കെ നോക്കിയോ? എല്ലാവരും അന്നന്ന് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അന്നന്ന് തന്നെ പഠിപ്പിച്ചു നോക്കി പോകുന്നില്ലേ? വായിച്ചു നോക്കിയോ? ഓക്കെ, നോക്കി. ഓക്കെ. നെക്സ്റ്റ്, റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. അതായത് എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി എന്നുള്ളൊരു പോസ്റ്റ്, അങ്ങനെയുള്ളൊരു സ്റ്റാഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതായത് അവിടുത്തെ ഓവറോൾ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഒരു എമർജൻസി റൂം ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, കുറച്ച് പോയിന്റ്സ് കൂടുതലായിട്ട് പറയാനുണ്ട് ഇതിനകത്ത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചേ. Interview patients to obtain biographic, demographic and financial data for registration purpose and enter information so gathered into hospital computer system. ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, ഓക്കെ, അദ്ദേഹത്തിന്റെ ബേസിക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ വരുന്നത്? അദ്ദേഹത്തിന്റെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ മുതലായിട്ടുള്ള കാര്യങ്ങൾ, കൂടാതെ അദ്ദേഹത്തിന്റെ ക്ലിനിക്കൽ റെക്കോർഡ്സ്, അതായത് മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്ന സ്ഥലത്തെ ഫയലുകളും കാര്യങ്ങളും, കൂടാതെ അദ്ദേഹത്തിന്റെ അതായത് റിപ്പോർട്ടുകൾ, ഇപ്പൊ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിലോ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടുകൾ, ഇതൊക്കെ എന്താണ് ശേഖരിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു? പുതിയ മെഡിക്കൽ ഫയലില് റെക്കോർഡ് ചെയ്യുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള, അതായത് എത്ര ഇൻകം ഒക്കെ എത്രയാണ്, അല്ലെങ്കിൽ എന്താണ് ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ശേഖരിക്കുന്നുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നു? എൻറ്റർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, നമുക്കൊരു ഫയല് മാത്രമല്ലല്ലോ ഹോസ്പിറ്റലിൽ ഉള്ളത്, എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്ത് വെക്കും. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന്റെ വിവരങ്ങൾ, എല്ലാ തരത്തിലുമുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതും അത് കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്യുന്നതും ആരാണ്? എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ്, ഫയൽ, retrieve medical records for the emergency room physician responsible for processing emergency room admission. അവിടെ പറയുന്നുണ്ട്, അതായത് എമർജൻസിയിൽ വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ക്ലർക്കാണ്. ദെൻ അവരുടെ ഫയൽസ് എമർജൻസി റൂം ഫിസീഷ്യന്, അതായത് എമർജൻസി ഫിസീഷ്യൻ ഉണ്ടാവുമല്ലോ, ഡോക്ടർ ഉണ്ടാവുമല്ലോ, ഇവിടെയുള്ള ആ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ ആരാണോ അവർക്ക് ഫയൽ പാസ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സെക്രട്ടറിയാണ്. ദെൻ എമർജൻസി റൂംസ് അഡ്മിഷൻ കൈകാര്യം ചെയ്യുന്നതും അതിന്റെ പ്രോസസ്സിംഗ് നടത്തുന്നതും ആര് തന്നെയാണ്? ഈ ഒരു സെക്രട്ടറിയാണ്. ഇവിടെ 3 കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ആദ്യത്തേത് പറഞ്ഞു, എമർജൻസി റൂം പേഷ്യൻസിന്റെ രജിസ്റ്റർ ചെയ്യുന്നു, അവിടെ വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നു, കൂടാതെ അവരുടെ ഫയലുകള് എമർജൻസി ഫിസീഷ്യന് കൈമാറുന്നു. ദെൻ എമർജൻസി അഡ്മിഷൻ, അതായത് രോഗികൾ അവിടെ കിടത്തുമ്പോൾ അവരുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നത് ആരാണ്? എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ്. ദെൻ തേർഡ് പോയിന്റ്, പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ മീനിങ് അർത്ഥമാക്കുന്നത്? അതായത് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കുക എന്നുള്ളത്. രോഗികൾ വരുമ്പോൾ അവരെ നല്ല രീതിയിൽ, നല്ലൊരു എന്താ പറയാ, നല്ല ക്വാളിറ്റി ഓഫ് സർവീസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് സേവനം കൊടുക്കുക, അവരോട് പെരുമാറുക, നല്ലൊരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള. എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാല് ഫാന്റാസ്റ്റിക് എന്നാണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, then fourth point, coordinate activities in connection with admission of patients in the hospital or other medical facility. അതായത്
ആശുപത്രിയിലെ മറ്റു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിക്കുക. ഒരു പേഷ്യന്റ് എമർജൻസിയിൽ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് ചിലപ്പോ വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ആവശ്യമായിട്ട് വരാം. ഓക്കെ, ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തായാലും അവിടെ പോകേണ്ടി വരും, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകേണ്ടി വരും അല്ലെ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ രോഗിയെ നയിക്കാൻ അല്ലെങ്കിൽ ആ രോഗിക്ക് ഉള്ള സേവനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. അപ്പോ രോഗി വന്നു കഴിഞ്ഞാല് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് ആ പേഷ്യന്റിന് ആവശ്യമുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് രോഗിയെ എൻട്രി ചെയ്യിപ്പിക്കുന്നത്, പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ, then അടുത്തത് assesses patients' other needs from healthcare professionals like the need of ambulance service or referrals. ഓക്കെ, അതായത് ആവശ്യമെങ്കിൽ പേഷ്യൻസിന് എന്ത് ചെയ്തു കൊടുക്കുന്നു? ആംബുലൻസ് സർവീസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ ആ പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആയി പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അല്ലെങ്കിൽ ആംബുലൻസ് സർവീസ് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി ആണ്. അടുത്ത പോയിന്റ് ഗ്രീവൻസ് റിഡ്രസൽ. ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാല് പരാതി പരിഹാരമാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് ആരാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്കാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന കംപ്ലൈന്റ് ആണ് ഈ ഒരു വ്യക്തി പരിഹരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക കേട്ടോ. Then അടുത്ത പോയിന്റ് കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ബെഡ് അറേഞ്ച്മെന്റ്, അതായത് കിടക്കകളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കിടക്കകൾ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകളെ കിടത്തി ചികിത്സിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഹോസ്പിറ്റലിന്റെ ഇമേജിനെ തന്നെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. അപ്പോ അതായത് ഹോസ്പിറ്റലിലെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് എക്സിക്യൂട്ടീവുകൾ, അതായത് മറ്റ് സ്റ്റാഫുകളുമായിട്ട് ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ എന്താ പറയാ സഹകരണം മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ബെഡ് അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പല അതായത് സബായിട്ടുള്ള ഇത് വരുന്നുണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഐസിയുലുള്ള പേഷ്യൻസ്, ഇപ്പൊ ഐസിയുയിൽ എന്താ പറയാ ബെഡുകളൊക്കെ കുറവാണെങ്കിൽ എന്താണ്, അത് മോശമായിട്ടല്ലേ ബാധിക്കുള്ളൂ. കാരണം എന്താണ്, ആളുകളെ ക്രിട്ടിക്കലായിട്ട് കിടത്തുന്ന ഒരു സ്റ്റേജാണ് ഐസിയു എന്ന് പറയുന്നത്. അവിടെയൊക്കെ ബെഡ് ഇല്ലെങ്കിൽ എന്താണ്, വളരെയധികം അത് രോഗിയെ കൂടുതൽ അവരുടെ കണ്ടീഷൻ മോശമാക്കും. രോഗികൾക്ക് കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പൊ മറ്റുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട് എന്ത് ചെയ്യണം, അതായത് ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. ബെഡുകൾ അവൈലബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായാലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായാലും ബെഡുകൾ ഉണ്ടോ എന്ന് അറിയണം. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബെഡ് ഇല്ലെന്ന് കരുതുക, ഓക്കെ, 1-2 ബെഡിന്റെ കുറവുണ്ടെന്ന് കരുതുക. അപ്പൊ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ നിന്ന് ബെഡ് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി. Then next point, make sure that MLC cases are registered. ഓക്കെ, MLC കേസുകൾ എന്താണെന്ന് പറഞ്ഞല്ലേ, മെഡിക്കോ ലീഗോ കേസുകളെയാണ് നമ്മൾ MLC കേസുകൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ചെയ്യേണ്ട ജോലി എന്താണ്, MLC കേസുകളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, എന്തെങ്കിലും MLC ആയിട്ട് ഏതെങ്കിലും ഒരു കേസ് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്യുന്നത്? CMO ആണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും, റെക്കോർഡുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ ഒരു സെക്രട്ടറി. ഓക്കെ, ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ചെക്ക് ചെയ്യണം. ഓരോ ദിവസവും എത്ര MLC കേസുകൾ വന്നിട്ടുണ്ട്, എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു രോഗിക്ക് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് പറ്റിയത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, then maintenance of records like DAMA patients. DAMA patientsന്റെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം.
ഓക്കെ, ഡാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിനെയാണ് നമ്മള് ഡാമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും. ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ എന്ത് പഠിക്കും? ഈ ഒരു ഡാമയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് ഡാമ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത് ഡോക്ടറുടെ സജഷന്, അവരുടെ ഒപ്പീനിയന് ഓപ്പോസിറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ പറയുന്നത് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഡോക്ടറുടെ ഇത് വേണോ അല്ലെ? അതായത് ഡോക്ടർ വേണം അദ്ദേഹത്തിനെ പിന്നീട് ഡിസ്ചാർജ് ചെയ്യാനായിട്ട്. പക്ഷെ ഡോക്ടറുടെ അഭിപ്രായത്തിന് വില കൊടുക്കാതെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ചെവി കേൾക്കാതെ സ്വമേധയെ ആൾക്കാർ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ തനിയെ പോകാറുണ്ട് അല്ലെ, ഡിസ്ചാർജ് വാങ്ങിച്ചു പോകാറുണ്ട്. അത്തരത്തിലുള്ള പേഷ്യൻസിനെയാണ് എന്ത് പറയുന്നത്? ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡാമ പേഷ്യൻസിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡാമ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി ആണ് കേട്ടോ. അപ്പൊ ഡാമ അതിന്റെ ഫുൾ ഫോം എന്ന് എഴുതിക്കോളൂ. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എഴുതിക്കോളൂ കേട്ടോ. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അടുത്തത് medico-legal case is made based on the patient's condition, unnatural case of injury, RTA, etc. Records of such cases are entered in the medico-legal register with the details of patients and accident, and the patient case file is stamped as medico-legal. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge or treating consultants instructions. Okay. അതായത് മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കോ ലീഗൽ കേസ് എന്താണ് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അൺനാച്ചുറൽ ഡെത്ത് ആണ് അല്ലെങ്കിൽ അൺനാച്ചുറൽ കേസ് ഓഫ് ഇഞ്ചുറി, RTA. RTA എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്. ഇതിനാണ് RTA എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളെയാണ് നമ്മൾ MLC എന്ന് പറയുന്നത്. അപ്പൊ MLC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസുകൾ, അതായത് അത് എവിടെയാണ് അത് നടന്നത്, എവിടെയാണ് ഇൻസിഡന്റ് നടന്നത്, എന്താണ് ആ രോഗിയുടെ കണ്ടീഷൻ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സെക്രട്ടറിയാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഈ ഒരു MLC കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുന്നു. പിന്നീട് പോലീസ് വന്ന് അന്വേഷണം എടുക്കുന്നു. അതുപോലെ തന്നെ CMOയുടെ ഇതിലാണ് ആ ഒരു ഫയല് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് എന്താ പറയാ, ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഡോക്ടർ മാത്രമല്ലല്ലോ ഇത്, അതായത് ഡോക്ടർ അല്ലെങ്കിൽ CMO അല്ലല്ലോ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഫർദർ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സെക്രട്ടറിയാണ്. ഓക്കെ, അതായത് ഡീറ്റെയിൽസ് എടുക്കുന്നത് എവിടെ വെച്ചിട്ടുണ്ട്, ഒരു എന്താ പറയാ, ഒരു സിറ്റിയിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് നടന്നു, അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ, ഏത് വണ്ടിയാണ് വന്നിടിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താണ് കാരണം, രോഗി വരുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്, ഏത് സമയം, ടൈം എപ്പോഴാണ്, ഏത് ടൈമിലാണ് ആക്സിഡന്റ് നടന്നത്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഒരു റെക്കോർഡായിട്ട് സൂക്ഷിക്കുന്നത് ഈ ഒരു സെക്രട്ടറി ആണെന്ന് ഓർത്തുവെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആരുടെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്? എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഇതായിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-4 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയട്ടെ, എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. പറയട്ടെ, ക്വസ്റ്റ്യൻസ് പറയട്ടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇൻ ട്രയേജ് priority 2 includes dash. In triage priority 2 includes dash.
enraged, priority 2 includes dash. Second one, decontamination area is related to dash. Option തരാം ട്ടോ, ഇതിന് option തരാം. Decontamination area is related to dash. ഒന്നും കൂടി പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ട്രേഡ് പ്രയോറിറ്റി 2 ഇൻക്ലൂഡ്സ് ഡാഷ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ ഏതാണ് വരുന്നതെന്ന്, അത് എഴുതി വെക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ decontamination area is related to dash. Decontamination area is related to dash. A, severe head injury. A, severe head injury. Option ആണ് ട്ടോ പറയുന്നേ. B, stroke. B, stroke. C, chemical explosion. C, chemical explosion. D, chest pain. D, chest pain. Okay. Severe head injury, stroke, chemical explosion, chest pain. Okay. Another question. Which of the following does not come under an MLC? Which of the following does not come under an MLC? Which of the following does not come under an MLC? Option A, rape. Option A, rape. Option B, trauma. Option B, trauma. Option C, cardiac arrest. Option C, cardiac arrest. Option D, poisoning. Option D, poisoning. Option A, rape. Option B, trauma. Option C, cardiac arrest. Option D, poisoning. Which of the following, another question, which of the following is an example of yellow category? Which of the following is an example of yellow category? Which of the following is an example of yellow category? Option A, infection. Option A, infection. Option B, accident. Option B, accident. Option C, headache. Option C, headache. Option D, cardiac arrest. Option D, cardiac arrest. Okay, next question. ഒന്നുകൂടി പറയാം. Which of the following is an example of yellow category? Option A, infection. Option B, stroke. Option C, headache. Option D, cardiac arrest. Option D, cardiac arrest.
Okay. Next one, full form of Sama. Full form of, sorry, Dama. DAMA, full form of Dama. എന്താണെന്ന് തനിയൊന്ന് എഴുതി നോക്കൂ കേട്ടോ. കിട്ടുമെന്ന് നോക്കൂ. ഫുൾ ഫോം ഓഫ് ഡാമ. ഓക്കെ. Then next one, last question ആണ് കേട്ടോ. Which of the following is including black category? Which of the following is including black category? Which of the following is including black category? Option പറയാണ് കേട്ടോ. Option A, immediate care. Option A, immediate care. Option B, wait. Option C, observation. Option C, observation. Option D, none of the above. Option D, none of the above. Okay, immediate care, wait, observation, none of the above. എല്ലാരും കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ആൻസർ ചെയ്യൂ കേട്ടോ. ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഞാൻ പറയുന്ന ആദ്യത്തെ ഇതിന്റെ ആൻസർ എന്താ വരിക? പ്രയോറിറ്റി 2 ഇൻക്ലൂഡ്സ്. എന്താ വരുന്നേ? ഇൻ ട്രയേജ് പ്രയോറിറ്റി 2 ഇൻക്ലൂഡ്സ് ഡാഷ്. എന്താ വരുന്നേ? ഓപ്ഷൻ തന്നില്ലായിരുന്നു അല്ലേ? ഏത് കാറ്റഗറിയാ വരുന്നേ? ഏത് കാറ്റഗറിയാ വരുന്നേ? ഏതാ കളറ് വരുന്നേ? കളറ് വരുന്നേ യെല്ലോ. യെല്ലോ കളറാണ് അല്ലേ? ഓക്കെ. റെഡ് അല്ല കേട്ടോ. റെഡ് അല്ല, യെല്ലോ ആണ് പ്രയോറിറ്റി 2. ബ്ലൂവോ? ബ്ലൂ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ആരോ ബ്ലൂ ഒക്കെ എഴുതി കമന്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ ആണ്. പ്രയോറിറ്റി 1 ഏതായിരുന്നു? റെഡ് ആയിരുന്നു. പ്രയോറിറ്റി 2 യെല്ലോ ആണ് അല്ലെ? പ്രയോറിറ്റി 3 ഗ്രീൻ ആണ്. പ്രയോറിറ്റി 4 ബ്ലാക്ക് ആണ്. ഓക്കെ. Then അടുത്തത്, ഡീകണ്ടാമിനേഷൻ ഏരിയ ഇസ് റിലേറ്റഡ് ടു ഡാഷ്. ഏതാ വരുന്നേ? ഡീകണ്ടാമിനേഷൻ ഏരിയ കമന്റ് ചെയ്യൂ കേട്ടോ. ആ, സി ആണ് അല്ലെ? കെമിക്കൽ എക്സ്പ്ലോഷൻ ആണ് ആൻസർ വരെ. കെമിക്കൽ എക്സ്പ്ലോഷൻ. ഓക്കെ. Then അടുത്തത്, which of the following does not come under an MLC? ഏതാ വരിക? അതും സി ആണ് അല്ലെ? കാർഡിയാക് അറസ്റ്റ് ആണ് ആൻസർ വരിക. ഓക്കെ. Then അടുത്തത്, which of the following is an example of yellow category? ഏതാ വരിക? ബി ആണ് അല്ലെ? ആക്സിഡന്റ് ആണ് ആൻസർ വരിക. ഓക്കെ. Then അടുത്തത്, ഡാമയുടെ ഫുൾ ഫോം എന്താണ്? ഡാമ മീൻസ്, അത് തനിയെ എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഡാമയുടെ ഫുൾ ഫോം വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഡാമയുടെ ഫുൾ ഫോം പെട്ടെന്ന് കമന്റ് ചെയ്യും. ആ, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിനെയാണ് എന്ത് പറയുന്നേ? ഡാമ എന്ന് പറയുന്നത് കേട്ടോ. ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് ഹോസ്പിറ്റൽ വിട്ടുപോകുന്ന പേഷ്യൻസിനെ എന്ത് പറയുന്നു? ഡാമ പേഷ്യൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്തത്, ലാസ്റ്റ് വൺ, which of the following is including green category? ഏതാ വരിക? ഗ്രീൻ കാറ്റഗറി ഏതാ വരിക? അല്ല സോറി കേട്ടോ, ബ്ലാക്ക് കാറ്റഗറി ആണ് പറഞ്ഞത് അല്ലെ? ബ്ലാക്ക് കാറ്റഗറി ഏതാ വരിക? ഏതാണ് ബ്ലാക്ക് കാറ്റഗറി?
വെയിറ്റ് ചെയ്യാം അല്ലെ? നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? ഓക്കെ, വെയിറ്റ് ആണ്, ബി ആണ് വരിക കേട്ടോ, ബി ബി. ഓക്കെ, ബി ആണ് ആൻസർ വരിക, ബി. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു പാഠത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉണ്ടാവുക. ഓക്കെ, അതിന് ട്രയേജിനാണ് കൂടുതൽ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. കൂടാതെ കോഡ്, അതായത് കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടി അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ ഇങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രയാജ് ആണ് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ട്രയേജ് ആണ് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഡാമ, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതുപോലെ RTA, റോഡ് ട്രാഫിക് ആക്സിഡന്റ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ MLC, മെഡിക്കോ ലീഗോ കേസുകള്, അങ്ങനെയുള്ള ഫുൾ ഫോംസ് ഒക്കെ എന്ത് ചെയ്യാം, നോക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ റോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള ബെഡ് അറേഞ്ച്മെന്റ് ചെയ്യുന്നത് ആരാണ്? എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ്. അവിടെ EMDക്കോ RNനോ യാതൊരു സ്ഥാനവുമില്ല. RN എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? രജിസ്ട്രേർഡ് നേഴ്സ് ആണ്. EMD എന്ന് പറയുന്നത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ്. ഓക്കെ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? പറ്റി? ഫുള്ളും അറ്റൻഡ് ചെയ്ത ആരൊക്കെയുണ്ട്? ഫുള്ളും ശരിയായ ആരൊക്കെയുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവർക്കും കിട്ടിയോ? ഫുള്ള് കിട്ടിയോ? ഏതെങ്കിലും ഒരു തെറ്റ് വന്നോ? ഫുള്ള് കിട്ടി. ഓക്കെ, ലാസ്റ്റ് വൺ മാത്രം പോയി. സാരില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. പഠിക്കുമ്പോ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ വായിച്ചു പോകുന്നതിലുപരി മനസ്സിലാക്കി പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യാലോ. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാലോ. എടുത്തോട്ടെ? ഡിസ്ചാർജ് പ്രോസസ് ആണ് കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ ആണ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ? നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം? ഡിസ്ചാർജ് ചെയ്യണം. അപ്പൊ ആ ഡിസ്ചാർജിന്റെ പ്രോസസ് ആണ്. എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് പ്രോസസ്സ് നടക്കുന്നത്, അതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. A discharge from hospital, chapter number 11 ആണ് കേട്ടോ. chapter 11 ഡിസ്ചാർജ് പ്രോസസ്. ഓക്കെ, അപ്പൊ അത് വായിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ശ്രദ്ധിച്ചിരിക്കുക. ധാരാളം പോയിന്റ്സ് നമുക്ക് ഈ ഒരു നോട്ട് വായിച്ചാൽ തന്നെ ഇതിനകത്ത് നിന്ന് കിട്ടും കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, a discharge from hospital is the formal release of patients from a hospital after a procedure of a course of treatment. A discharge happens whenever a patient leaves hospital on the completion of treatment, signing out medical advice, transferring to another healthcare institution, or on death. Okay, discharge എന്ന് പറയുന്നത് ഒരു ഫോർമൽ റിലീസ് ആണ്. ആരുടെ? പേഷ്യൻസിന്റെ. എവിടെ നിന്നുള്ള? ഹോസ്പിറ്റലിൽ നിന്നുള്ള. ഓക്കെ, ഇപ്പൊ ഡിസ്ചാർജ് ഇവിടെ പറയുന്നത്, ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ റിലീസ് ആണ്. അതും പേഷ്യന്റിന്റെ റിലീസാണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിന് കൊടുക്കുന്ന റിലീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു ശേഷമാണ് ഡിസ്ചാർജ് കൊടുക്കുന്നത്? ആഫ്റ്റർ എ പ്രൊസീജിയർ ഓഫ് എ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. ഒരു കോഴ്സ്, അതായത് ഒരു ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം, കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മള് ഹോസ്പിറ്റലിലെ അധികാരികൾ എന്ത് ചെയ്യുക? ഒരു പേഷ്യന്റിന് ഡിസ്ചാർജ് കൊടുക്കുക. ഓക്കെ, ഒരു ചികിത്സയുടെ നടപടിക്രമത്തിന് ശേഷം ഒരു ആശുപത്രിയിൽ നിന്ന്
രോഗികളെ ഔപചാരികമായിട്ട് അല്ലെ ഫോർമലായിട്ട് മോചിപ്പിക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയാം. അപ്പൊ ഡിസ്ചാർജിന്റെ ഡെഫിനിഷൻ ആയിട്ട് എന്ത് പറയാം നമുക്ക്? ഈ ഒരു സെന്റൻസിനെ പറയാം അല്ലെ. ഓക്കെ, എ ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റൽ ഇസ് ദ ഫോർമൽ റിലീസ് ഓഫ് പേഷ്യൻസ് from a hospital after a procedure of a course of treatment. ഒരു ചികിത്സയുടെ നടപടിക്രമത്തിന് ശേഷം ഒരു ആശുപത്രിയിൽ നിന്ന് രോഗികളെ ഔപചാരികമായി മോചിപ്പിക്കുന്നതാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ അതിന്റെ താഴെയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോവാ കേട്ടോ. എന്താണ് ഡിസ്ചാർജ്? വാട്ട് ഈസ് ഡിസ്ചാർജ് എന്ന് ചോദിച്ചാല് ഇറ്റ്സ് എ ഫോർമൽ റിലീസ് ഓഫ് പേഷ്യൻസ് ഫ്രം എ ഹോസ്പിറ്റൽ ആഫ്റ്റർ എ പ്രൊസീജിയർ ഓഫ് എ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. അത്രയും മാത്രമാണ് എന്ത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതങ്ങനെ തന്നെ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളുടെ കയ്യിലുള്ള പേനയും ബുക്ക് ഉപയോഗിച്ച് ഒന്ന് എഴുതി പോവാ കേട്ടോ. അങ്ങനെ തന്നെ വാട്ട് ഈസ് ഡിസ്ചാർജ്? Discharge is a formal release of patients from a hospital after a procedure of a course of treatment. Clear ആണോ? Clear അല്ലേ? Okay. Then a discharge happens whenever a patient leaves hospital on the completion of treatment. ഒരു ഡിസ്ചാർജ് സംഭവിക്കുന്നത് എപ്പോഴാണ്? ആ പേഷ്യന്റിന് അല്ലെങ്കിൽ ആ പേഷ്യന്റ് അവിടെ നിന്ന് പോകുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഒരു രോഗി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് പോകുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്, അതായത് ഒരു രോഗി അദ്ദേഹത്തിന്റെ ചികിത്സ, ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കുക, എനിക്ക് ആന്റിബയോട്ടിക്സും ധാരാളം മരുന്നുകളൊക്കെ ഉണ്ടാകും. ആ ഒരു എന്താ പറയുക ഒരു പർട്ടിക്കുലർ പീരീഡ്, അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഒക്കെയാണ്, ഒരാഴ്ചയൊക്കെയാണ് സാധാരണ ഹോസ്പിറ്റലിൽ പനിയൊക്കെ വന്നു കഴിയുമ്പോൾ കിടത്താറുള്ളത്. എന്റെ പനിയൊക്കെ ഒന്ന് ഭേദമായി എന്റെ ആന്റിബയോട്ടിക്സ് ഒക്കെ എന്താണ് ആ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നെ പുറത്തേക്ക് വിടുക അല്ലെ. ഇപ്പൊ കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റിന് ശേഷമാണ് എന്ത് ചെയ്തത്? എന്നെ പുറത്തേക്ക് വിട്ടത്. അതൊരു ഡിസ്ചാർജ് ആണ്. അപ്പൊ കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ് വരുന്നത് ഒരു ഡിസ്ചാർജ്. ഇനി രണ്ടാമത്തെ ഡിസ്ചാർജ് ഇവിടെ പറയുന്നുണ്ട്, സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ്. സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പോലെ തന്നെ ഉള്ള ഒരു പദമാണെന്ത്? സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ് മീൻസ് സാമ എന്നാണ് പറയുന്നത്. SAMA, സാമ. അതായത് ഡോക്ടറുടെ അഡ്വൈസിനെതിരായിട്ട് ഹോസ്പിറ്റലിൽ എടുത്തു പോകുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഡാമ എന്നും പറയും, സാമ എന്നും പറയും. ഓക്കെ, വേറെ ടേം ആണ്. അതായത് എല്ലാരും ഒരുപോലെ തന്നെയാണ്, പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ്. ദെൻ അപ്പൊ അത് രണ്ടാമത്തെ കാറ്റഗറിയാണ്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് ആദ്യം സംഭവിക്കുന്നത് ഡോക്ടർ നമ്മളെ തനിയെ വിടുന്നു അല്ലെ, അതായത് നമ്മുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളെ പുറത്തേക്ക് വിടുന്നു. ദെൻ രണ്ടാമത്തത് നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു. അതാണ് സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ്. ഇനി മൂന്നാമത്തേത് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്താണ്? അതും ഒരു ഡിസ്ചാർജ് ആണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിസ്ചാർജ് തന്നെയാണ്. ഓക്കെ, ഇനി നാലാമത്തേത് ഓർ ഓൺ ഡെത്ത്. ഇനി ഹോസ്പിറ്റലിൽ വെച്ച് ഒരാൾ മരണം സംഭവിക്കുകയാണെങ്കിൽ അയാളുടെ ഡെഡ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? ഡിസ്ചാർജ് തന്നെയാണ്. ഓക്കെ, അപ്പൊ 4 രീതിയിലുള്ള ഡിസ്ചാർജുകളാണ് ഉള്ളത് കേട്ടോ. വാട്ട് ഈസ് ഡിസ്ചാർജ് എന്ന് ചോദിച്ചാല് ഇറ്റ്സ് എ ഫോർമൽ റിലീസ് ഓഫ് പേഷ്യൻസ് ഫ്രം ഹോസ്പിറ്റൽ ആഫ്റ്റർ എ പ്രൊസീജിയർ ഓഫ് എ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. 4 types of discharge that are ഏതൊക്കെയാ വരുന്നത്? ഒന്നെന്ന് പറയുന്നത് നോർമൽ ഡിസ്ചാർജ് ആണ് അല്ലെ, അതായത് ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന് ശേഷം ആളുകളെ പുറത്തു വിടുന്നു. രണ്ടാമത്തത് സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ് ആണ്, അതായത് ഡോക്ടറുടെ അഡ്വൈസിന് വിരുദ്ധമായിട്ട് പേഷ്യൻസ് പോകുന്നു. മൂന്നാമത്തേത് ട്രാൻസ്ഫറിംഗ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവുന്നതും ഡിസ്ചാർജ് ആണ്. ദെൻ നാലാമത്തത് ഓർ ഓൺ ഡെത്ത്, ഒരു രോഗിക്ക് മരണം സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതും എന്ത് തന്നെയാണ്? ഡിസ്ചാർജ് തന്നെയാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ?
ഓക്കെ. Then types of hospital discharge procedure. ഇപ്പൊ പല ടൈപ്പുകൾ ഉണ്ട് അല്ലെ, ഹോസ്പിറ്റലിന്റെ ഡിസ്ചാർജ് പ്രൊസീജിയർ പല ടൈപ്പിലുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. റുട്ടീൻ ഡിസ്ചാർജ്. റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന് ശേഷം എന്ത് ചെയ്യുന്നു, ആളിനെ ഡോക്ടർ വിടുന്നതാണെന്ത്. അതായത് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള ഡിസ്ചാർജുകളൊക്കെ എന്താണ്, റുട്ടീൻ ഡിസ്ചാർജ് ആണ്. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അതിനെയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ AMI ഡിസ്ചാർജ്. AMI ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അത് സാമയുണ്ട്, ഡാമയുണ്ട്, പിന്നെ DOPR ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് AMI ഡിസ്ചാർജ് എന്ന് പറയുന്നത്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ് ഇതിനെ പൊതുവെ പറയുന്നത്. അതായത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഉപദേശത്തിനെതിരായിട്ട് എന്താണ് പ്രവർത്തിക്കുന്നവര് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പേഷ്യൻസ് ആണെന്ത് AMI ഡിസ്ചാർജില് ഉൾപ്പെടുന്നവര്. ഓക്കെ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതിനകത്താണ് സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസും അതുപോലെ ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഒക്കെ വരുന്നത്. ഡാമയും സാമയും ഒക്കെ വരുന്നത് AMI ഡിസ്ചാർജില്. ഓക്കെ. ദെൻ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഞാൻ പറഞ്ഞു നേരത്തെ അല്ലെ, അതായത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് എന്ത് തന്നെയാണ്, ഡിസ്ചാർജ് തന്നെയാണ്. ദെൻ ഡിസ്ചാർജ് ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക്, അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്, ഡിസ്ചാർജ്. ഓക്കെ. അപ്പൊ അതങ്ങനെ തന്നെ എന്ത് ചെയ്യാം, നോക്കി വെക്കുക കേട്ടോ. ദെൻ റൂട്ടീൻ ഡിസ്ചാർജ്. ആദ്യത്തേതാണ് റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. എന്താണ് റൂട്ടീൻ ഡിസ്ചാർജ്? എ പ്ലാൻഡ് ഡിസ്ചാർജ് ഓൺ ദ അഡ്വൈസ് ഡോക്ടേഴ്സ്. റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻഡ് ഡിസ്ചാർജ് ആണ്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ അവിടെയുള്ള ആ ഒരു മെഡിക്കൽ ടീമിന് അറിയാം ഈ രോഗി എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് അല്ലെ. നോർമൽ ആയിട്ടുള്ള കേസുകളിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു പനി അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ അങ്ങനെ നോർമൽ ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ ആ രോഗി അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഈ രോഗി എത്ര ദിവസമാണ് ഇവിടെ കിടക്കുന്നുണ്ടാവുക എന്നൊരു ഉദ്ദേശം അവർക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, പ്ലാൻഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇത് ഡോക്ടറുടെ ഉപദേശപ്രകാരമാണ് നടക്കുന്നത് കേട്ടോ. പ്ലാൻഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നോക്കാം. റൂട്ടീൻ ഡിസ്ചാർജ് ഈസ് റെഫേർഡ് ടു ആസ് പ്രോസസ് ഓഫ് എ പേഷ്യന്റ് being discharged from a hospital or healthcare facility after getting medical treatment or care. The healthcare team will then provide the patient with information about their condition, medication, follow-up care, and any lifestyle changes necessary for them. Okay. അതായത് നോർമൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാലാണ്, അല്ലെങ്കിൽ റുട്ടീൻ ഡിസ്ചാർജിനെയാണ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ചാർജിനെയാണ് നമ്മൾ റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. വൈദ്യ ചികിത്സയോ അല്ലെങ്കിൽ പരിചരണമോ ലഭിച്ചതിന് ശേഷം ഒരു രോഗിക്ക് രോഗം വന്നു കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം ഒരു രോഗിയെ ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നോ ഡിസ്ചാർജ് ചെയ്യുന്ന പ്രക്രിയയാണെന്ത്, റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു രോഗി വന്നു കഴിഞ്ഞു, അദ്ദേഹത്തിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു, അതിനുശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് വിടുന്നതാണെന്ത്, നോർമൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് അല്ലെ. വാട്ട് ഈസ് ഡിസ്ചാർജ്, വാട്ട് ഈസ് നോർമൽ ഡിസ്ചാർജ് എന്ന് ചോദിച്ചാല് ടു ടൈപ്സ് നമുക്ക് രണ്ട് തരത്തിലുള്ള ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തേത് ഡിസ്ചാർജ് ഞാൻ പറഞ്ഞല്ലേ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോമർ റിലീസ് ഓഫ് പേഷ്യന്റ് ഫ്രം എ ഹോസ്പിറ്റൽ ആഫ്റ്റർ എ പ്രൊസീജിയർ ഓഫ് എ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. അതാണ് ഡിസ്ചാർജ്. ഇനി വാട്ട് ഈസ് എ റൂട്ടീൻ ഡിസ്ചാർജ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ടീൻ ഡിസ്ചാർജ് ഈസ് റെഫേർഡ് ടു ആസ് ദ പ്രോസസ് ഓഫ് പേഷ്യന്റ് being discharged from a hospital or healthcare facility after getting medical treatment or care. Okay. രണ്ട് തമ്മില് വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ സെന്റൻസുകൾ തമ്മിൽ എന്തുണ്ട്, വ്യത്യാസം ഉണ്ട്. ഓക്കെ.
ദെൻ പിന്നെ എന്താ ചെയ്യുന്നത്? ഈ ഒരു റുട്ടീൻ ഡിസ്ചാർജിൽ നോർമൽ ഡിസ്ചാർജിൽ എന്താ ചെയ്യുന്നത്? തുടർന്ന് ഹെൽത്ത് കെയർ ടീം, അതായത് ഹോസ്പിറ്റലിൽ ഉള്ളവർ എന്ത് ചെയ്യുന്നു? രോഗിക്ക് അവരുടെ അവസ്ഥ, അതുപോലെ അവരുടെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, വീട്ടിൽ ചെന്നാൽ എന്തൊക്കെ കെയറുകളാണ് അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അവർക്കിപ്പോ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ഇപ്പൊ ഒരു എന്തെങ്കിലും ഡയറ്റ് പ്ലാൻ എടുക്കുകയോ അല്ലെങ്കിൽ എക്സസൈസുകൾ എടുക്കുകയോ അങ്ങനെയൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫോളോ കെയറുകള് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഹോസ്പിറ്റലാണ്, അല്ലെ? അപ്പൊ നോർമൽ ഡിസ്ചാർജിൽ മാത്രമാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? രോഗികളോട് അവര് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. മറ്റുള്ള ഡിസ്ചാർജിലൊന്നും എന്ത് ചെയ്യില്ല? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കില്ല. ഇപ്പൊ ഒരാള്, ഞാൻ പറഞ്ഞു AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്, അല്ലെ? അതായത് ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് പോകുന്നവരാണ്. അവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതായത് അവരെന്താണ് ആ ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികളല്ല, എങ്ങനെയെങ്കിലും പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അവരോട് മെഡിക്കൽ ടീം പറയോ ഇന്ന ഇന്ന മരുന്നുകൾ കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം, അങ്ങനെ പറയോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, അങ്ങനെ പറയോ? AMA ഡിസ്ചാർജിൽ അങ്ങനെ പറയോ? കമന്റ് ചെയ്യൂ. പറയില്ല, അല്ലെ? അപ്പോ നോർമൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ റുട്ടീൻ ഡിസ്ചാർജിലാണ് എന്ത് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ ടീം രോഗിക്ക് അവരുടെ അവസ്ഥയെക്കുറിച്ചും മരുന്നുകളെ കുറിച്ചും അവർക്ക് എന്താണ് പരിചരണം വേണ്ടതെന്നും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു കൊടുക്കുന്നത്? പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അത് അതിനകത്ത് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് AMA ഡിസ്ചാർജ് ആണ് കേട്ടോ. AMA discharge indicates against medical advice, discharge which occurs when a patient takes decision to leave a hospital or healthcare facility before their treatment is complete. Against the advice of their healthcare provider, AMA discharge may occur for a variety of reasons, including a desire to leave the hospital early, disagreement with the recommended treatment plan, or defect with the quality of care. Okay. ഈ ഒരു AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് പോകുന്നവരെയാണ് എന്ത് കാറ്റഗറിയിൽ പെടുത്തുക? AMA കാറ്റഗറിയിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കാം. മെഡിക്കൽ ഉപദേശത്തിനെതിരായി അല്ലെങ്കിൽ ഡോക്ടറുടെ ഉപദേശത്തിനെതിരായുള്ള ഡിസ്ചാർജ് ആണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒരു രോഗി അവരുടെ ചികിത്സ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രം വിടാനായിട്ട് തീരുമാനിക്കുന്നു. ഓക്കെ, ഇപ്പൊ പനിയുമായി വന്നിട്ടുള്ള ആളാണെങ്കിൽ 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 3-4 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ് എനിക്കിവിടെ നിന്ന് പോകണം. ഓക്കെ, അങ്ങനെ നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ AMA ഡിസ്ചാർജിന് പല കാരണങ്ങളുണ്ട്. വെറൈറ്റി ഓഫ് റീസൺസിൽ എന്ത് വരാം? AMA ഡിസ്ചാർജ് സംഭവിക്കാം. പല കാരണങ്ങൾ കൊണ്ട് AMA ഡിസ്ചാർജ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. അതായത് ഒരു രോഗിക്ക് തോന്നുകയാണ് നേരത്തെ ആശുപത്രി വിടണം എന്ന്. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ല ആശുപത്രിയിൽ കിടക്കാനായിട്ട്. നമുക്ക് ചില പേഷ്യൻസിനൊക്കെ ഇപ്പൊ പ്രായമായിട്ടുള്ള അമ്മൂമ്മമാര് അപ്പൂപ്പന്മാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അധികം നേരം ഒന്നും ഹോസ്പിറ്റലിൽ ഒന്നും കിടക്കാനായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്നാണ് വിചാരിക്കുക. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാല് ഒട്ടും, അതായത് ആ ഹോസ്പിറ്റലുമായിട്ട്, ആ ഒരു ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് ഈ ഒരു രോഗിക്ക് ഒട്ടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ നേരത്തെ ഹോസ്പിറ്റലിൽ വിട്ടു പോകാനുള്ള ഒരു ആഗ്രഹം രോഗിക്ക് തോന്നും. അപ്പോ അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡിസഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ഓക്കെ, ഡിസഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ, അതായത് രോഗിക്ക് ഡോക്ടർ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരിക.
ഓക്കെ, രോഗി ഇപ്പോ അവിടെ കിടന്ന് ചികിത്സിക്കുമ്പോൾ രോഗിക്ക് തന്നെ തോന്നുകയാണ് എനിക്ക് മാറ്റമൊന്നുമില്ല, എന്റെ ഫിസിക്കൽ കണ്ടീഷനിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല. അത് അവരോട് ഡോക്ടറോട് പറഞ്ഞിട്ട് കാര്യമായ ട്രീറ്റ്മെന്റിൽ ചേഞ്ചും വരുത്തുന്നില്ല എന്ന് രോഗിക്ക് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം? രോഗി ഹോസ്പിറ്റലിൽ വിട്ടു പോകാനായിട്ട് തീരുമാനിക്കാം. അപ്പൊ ട്രീറ്റ്മെന്റിനോട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത വരുന്ന ഒരവസ്ഥയിൽ എന്ത് ചെയ്യാം? രോഗികള് ഡിസ്ചാർജ് വാങ്ങി പോകാം. ഓക്കെ, ദെൻ മൂന്നാമത്തത് ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് കെയർ കിട്ടിയില്ലെങ്കിൽ, നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? രോഗികള് ഡിസ്ചാർജ് വാങ്ങി പോകാം. അപ്പൊ ഈ 3 റീസൺ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? AMA സംഭവിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, ഇൻക്ലൂഡിങ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് ഡിസഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ഓക്കെ, മൂന്നാമത്തത് ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഓക്കെ, ഈ 3 കാരണങ്ങളോട് എന്ത് സംഭവിക്കും? AMA സംഭവിക്കും. ഇനി പലതരത്തിലുള്ള AMA ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഏതൊക്കെ തരത്തിലുള്ള AMA ആണുള്ളത്? ഡാമ ഉണ്ട്, സാമ ഉണ്ട്, DAOR ഉണ്ട്, DOPR ഉണ്ട്, ഡ്രാമ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള AMA ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത്രയും വരെ എടുത്തത്, ഇൻട്രൊഡക്ഷൻ തുടങ്ങി AMA വരെ എടുത്തത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. RTG ഫുൾ ഫോം. RTGയോ? RTA ആണോ? ആ, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് എന്ത്? RTA എന്ന് പറയുന്നത് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ് എന്തായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്? MLC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഒന്ന് പറയുമോ? ഏതാണ് പ്രയോറിറ്റി കോഡ്? പ്രയോറിറ്റി അല്ലേ? ഓക്കെ, പ്രയോറിറ്റി 1 റെഡ് കാറ്റഗറി. റെഡ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ഇതാ? കോഡ് അതല്ല മാം, ഒരുപാട് കളേഴ്സ് പറഞ്ഞു തന്നിട്ടില്ലേ ഈ കോഡിന്റെ തന്നെ? അത് ഇതിൽ പെടൂല. ഈ 4 പ്രയോറിറ്റിയെ പഠിക്കേണ്ടത് നമ്മള്. ഏതിനകത്ത് പെടില്ലെന്ന് മനസ്സിലായില്ല ഫാത്തിമ. മാം നമുക്ക് കളർ കോഡ് കുറെ പറഞ്ഞു തന്നിട്ടില്ലേ? പിങ്ക്, ഓറഞ്ച് എല്ലാം. അത് ഈ പ്രയോറിറ്റി 1, 2, 3 അതില് ഈ 4 മാത്രമേ നമ്മൾ പഠിക്കണ്ടോ? ആ കളർ കോഡ് പഠിക്കണ്ട? ആ കളറ് മാത്രം പഠിച്ചോക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. അത് കൂടാണ്ട് മാം ബ്ലൂ, പിങ്ക്, ഓറഞ്ച് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കോഡുകൾ കേട്ടോ. അത് കോഡുകളാണ്. അത് ഏത് കോഡാണെന്നാ ചോദിക്കുള്ളൂ കേട്ടോ. അത് വേറെയാ. ഓക്കെ, പ്രയോറിറ്റി 1 റെഡ് ആണ്. പ്രയോറിറ്റി 2 യെല്ലോ. യെല്ലോ. 3 ഗ്രീൻ. 3 ഗ്രീൻ ആണ്. 4 ബ്ലാക്ക് ആണ്. മറ്റു കാര്യങ്ങൾ എന്താ? ബോംബ് ബ്ലാസ്റ്റ് അല്ലേ ബ്ലാക്ക്? 4 ബ്ലാക്ക് ആണ്. അത് ബോംബ് ബ്ലാസ്റ്റ് അല്ലേ മാഡം? അത് വേറെയാണ്. അത് കോഡല്ലേ? കോഡുമായി ബന്ധപ്പെട്ടതാണല്ലോ അത്. ഇത് പ്രയോറിറ്റി ആണ് കേട്ടോ. ഏത് കോഡാണെന്ന് ചോദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കോഡ് ബ്ലൂ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോഡ് ബ്ലൂ ഓറഞ്ച് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് ചോദിക്കും നിങ്ങളോട്. അത് പറയുമ്പോൾ മാത്രം അത് പഠിച്ചു വെച്ചാൽ മതി. ഇത് പ്രയോറിറ്റി ആണ് പറഞ്ഞത് കേട്ടോ.
പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇൻ ട്രയേജ്. ട്രയേജ് എന്ന് പ്രത്യേകം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ട്രയേജിൽ പ്രയോറിറ്റി 1 ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ പ്രയോറിറ്റി 2 ഏതാണെന്ന് ചോദിക്കും. ഇനി കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കോഡ് ബ്ലൂ ഏതുമായി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ കോഡ് ഓറഞ്ച് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും തന്നില്ല നിങ്ങൾക്ക് കേട്ടോ. ട്രയേജ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഓർക്കുക, ആ ഒരു 4 എന്ത് ചെയ്യാ, പഠിച്ച് വെക്കാം. ക്ലിയർ ആണോ ലിത? ആ, കോഡ് എന്ന് പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. മറ്റു കാര്യങ്ങൾ, അതായത് പിങ്ക് അതുപോലെ തന്നെ യെല്ലോ അങ്ങനെയുള്ള ഓറഞ്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കോഡ് എന്ന് പ്രത്യേകം പറയൂ കേട്ടോ. ഏത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ആ ചോദ്യത്തിൽ ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞേ ഫാത്തിമ, ഡിസ്ചാർജിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞേ. Discharge is a formal release of patients from hospital after procedure of course of treatment. ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന് ശേഷം പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോർമലായിട്ട് റിലീസ് ചെയ്യുന്നതാണ് ഡിസ്ചാർജ്. ഓക്കെ, പ്രിൻസി ലിജോ. ഏതൊക്കെ കാരണങ്ങളുടെ, ഏതൊക്കെ റീസൺ കൊണ്ട് ഒരു രോഗിക്ക് ഡിസ്ചാർജ് സംഭവിക്കാം? ഏതൊക്കെയാണ് റീസൺ? എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് ഡിസ്ചാർജ്? First one, patient leaves hospital under completion of treatment. Next one, signing out against medical advice ഉണ്ട്. പിന്നെ transferring to another healthcare institution or on death, മരണപ്പെട്ടാൽ. നിങ്ങൾ 4 കാര്യങ്ങൾ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യും. 4 types of discharge എന്ന് പറഞ്ഞേ. അയന ഷിബു. Yes, ma'am. 4 types of discharge. First one, normal discharge. Routine discharge. Routine. Second, signing out against medical advice. AMA. Transferring another institution. Transfer to another facility. Death. Discharge to hospice palliative care കേട്ടോ. ഓക്കെ, ഏതൊക്കെ റീസൺ കൊണ്ടാണ് നേരത്തെ പ്രിൻസി പറഞ്ഞത്? റീസൺസ് ആണ്. ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാല് റൂട്ടീൻ ഡിസ്ചാർജ്, AMA, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ദെൻ ഡിസ്ചാർജ് ഹോസ്പിസ് പാലിയേറ്റീവ് കെയർ. ഓക്കെ, ഇനി റൂട്ടീൻ ഡിസ്ചാർജ് എന്താണ്? റൂട്ടീൻ ഡിസ്ചാർജ് നാഫീഷിയ. Routine discharge. What is the routine discharge? Remya Panus. ഞാൻ പറഞ്ഞാൽ മതി മാഡം. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. എന്താണ് റൂട്ടീൻ ഡിസ്ചാർജ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ട്രീറ്റ്മെന്റുകൾ പൂർത്തിയാക്കി ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ഡിസ്ചാർജ് ചെയ്യുന്നതിന് റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് റൂട്ടീൻ ഡിസ്ചാർജ് ആകുന്ന ഒരു വ്യക്തിക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സൗകര്യങ്ങളാണ്, ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? റൂട്ടീൻ ഡിസ്ചാർജിൽ മാത്രം എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവര്? താഴെ പറയുന്നുണ്ടല്ലോ, ഒന്ന് വായിച്ചു നോക്കിയേ ലിതേ. എന്തൊക്കെയാ കൊടുക്കുന്നവര്? അവിടെ പറയുന്നില്ലേ Information about the condition. ഇതിന്റെ കണ്ടീഷനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് അത് റെക്കോർഡ് ചെയ്യുകയും അതിന്റെ മെഡിക്കൽ ഫോളോ അപ്പ് ചെയ്തു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെല്ലാം അവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഹെൽത്ത് കെയർ ടീം എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ കണ്ടീഷനെ കുറിച്ച് പേഷ്യന്റിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലേ? ഒരാൾ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ പ്രത്യേകം പറയും നിങ്ങളുടെ കണ്ടീഷൻ ഇതാണ്, വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണം, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ മെഡിക്കേഷൻസ്, കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ചെന്നാല് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്, ഇനി എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? മെഡിക്കൽ ടീം രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
Then AMA discharge എന്താണ്? പറയട്ടെ. പറഞ്ഞോ. അതായത് ഡോക്ടേഴ്സിന്റെ ഉപദേശത്തിന് എതിരായിട്ട് ട്രീറ്റ്മെന്റ് പൂർത്തിയാകാതെ നിർബന്ധപൂർവം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പോകുന്നതാണ് AMA. ഇതില് പേഷ്യന്റിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോയാൽ മതി എന്ന തോന്നലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ നൽകുന്ന ട്രീറ്റ്മെന്റിൽ തൃപ്തി ഇല്ലാതെ വരുമ്പോഴോ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന ഗുണനിലവാരം അതായത് നിലവാരത്തിൽ ഉണ്ടാവുന്ന അപാകത ഈ രീതിയിലൊക്കെ നല്ല രീതിയിൽ കെയർ ലഭിക്കാതെ വരുമ്പോഴോ ഹോസ്പിറ്റലിൽ വിടാം. അല്ലേ? ഓക്കെ. 3 കാരണങ്ങൾ പറഞ്ഞു. 3 റീസൺസ് പറഞ്ഞോ? പറഞ്ഞോ ഷിയാസ്? അത് പറഞ്ഞില്ലേ. എങ്ങനെയെങ്കിലും രോഗിക്ക് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു പോയാൽ മതി എന്ന തോന്നലുകൾ. രണ്ടാമത്തേത് രോഗിക്ക് ഡോക്ടർ നൽകിയ ട്രീറ്റ്മെന്റിൽ തൃപ്തി ഇല്ലാതെ വരുമ്പോൾ. മൂന്നാമത്തേത് ഗുണനിലവാരത്തിൽ ഉണ്ടാവുന്ന അപാകത, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റിലെ കെയറിങ്ങിൽ ഉണ്ടാവുന്ന അപാകത. ഓക്കെ. 2 തരത്തിലുള്ള ഡിസ്ചാർജുകളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത് കേട്ടോ. 2 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ എന്താണ് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഞാൻ കുറച്ചു പേരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പലതരത്തിലുള്ള AMA ഉണ്ട്. അതൊന്ന് ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിന്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ തരത്തിലുള്ള എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ചാപ്റ്റർ ആണ്. നന്നായിട്ട്